ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു സംഭവമാണ്, അതായത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമ്മൾ കുറെ പഠിച്ചല്ലേ, ഇനി തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളത്. അപ്പൊ 25 മാർക്കിന്റെ എക്സാം ആണ് ഇന്ന് നടത്തുന്നത്. വിത്ത് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. മനുഷ്യനാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അത് മാത്രമല്ല, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ താഴെ കമന്റ് ആയിട്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചേക്കും. അപ്പൊ അതെന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും എന്ന് നിങ്ങൾക്ക് ക്ലാസ് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് അറിയിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടി കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി സെഡ് ടു മീ ദാറ്റ് ഹി ഡാഷ് ഗോയിങ് അബ്രോഡ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സെഡ് ടു എന്ന് വന്നതുകൊണ്ട് നമുക്കറിയാം ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വന്നിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ എന്തായാലും ഇത് പാസ്റ്റ് ടെൻസിലെ ഇത് ഫുൾ പോകത്തുള്ളൂ. കാരണം സെഡ് ടു ആണ് ഇവിടെ വന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ, വാസ് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗോയിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. പാസ്റ്റ് ടെൻസിലുള്ളത് വാസ് ആണ്. അപ്പോൾ ഹി സെഡ് ടു മീ ദാറ്റ് ഹി വാസ് ഗോയിങ് അബ്രോഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മാൻ കനോട്ട് ലൈവ് ബൈ ബ്രെഡ് അലോൺ. എന്താണ്? ഇതൊരു പ്രോവർബ് ആണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്രോവർബിന്റെ മുന്നിൽ ഏയോ ദായോ ആനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താണ്? നോ പ്രിപ്പോസിഷൻ ഈസ് നീഡഡ് എന്നാണ്. മാൻ കനോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ എന്നതൊരു പ്രോവർബ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് സ്പെൽറ്റ് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നതിൽ നോക്കാം. ഒന്നാമത്തത് ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റില് ARGU വരെ ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു ഇ കൊടുത്തിട്ടുണ്ട്. ഇ എന്താണ്? തെറ്റാണ്. അവിടെ ഇയുടെ ആവശ്യമില്ല. ആർഗ്യുമെന്റിന് ARGU MENT മാത്രം മതി. ഈ ഇയുടെ ആവശ്യം ഇല്ല. അപ്പൊ അതെന്താണ്? അത് മിസ്പെൽറ്റ് വേർഡ് ആണ്. അടുത്തത് ഹരാസ്. ഹരാസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഡബിൾ ആർ വരത്തില്ല. ഒരൊറ്റ ആറ് മാത്രമേ ഹരാസിൽ വരത്തുള്ളൂ. HARASS ആണ് ഹരാസ്. അപ്പൊ അതും എന്താണ്? മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡാണ്. അടുത്തത് മാനുവർ. മാനുവർ പഠിക്കാൻ വേണ്ടിയിട്ട് മെയിൻ യുവർ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്താണ്? MENUVER ആണ് മാനുവർ. അപ്പൊ തന്നിരിക്കുന്ന സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ മാനുവർ ആണ്. ഇനി സ്ഥിരം PSC ചോദിക്കാറുള്ളതും തെറ്റിപ്പിച്ച് ചോദിക്കാറുള്ളതും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്വം. വാക്വത്തിന്റെ സ്പെല്ലിംഗ് എന്താണ്? VAC അല്ല ഡബിൾ ആയിട്ട് വരുന്നത്, യു ആണ്. VACUUM ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഈ 4 എണ്ണത്തിന്റെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്ത് പഠിക്കുക. ആർഗ്യുമെന്റ് ARGUMENT, ഹരാസ് ആണെങ്കിൽ HARASS ആണ്. മാനുവർ അറിയാം, മെയിൻ യുവർ എന്ന് പഠിക്കുക. വാക്വം VACWM ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വൈ ഡു ബിഗ് നമ്പേഴ്സ് ബ്രേക്ക് അവർ ബ്രെയിൻ? ചേഞ്ച് ദ വോയിസ്. വൈ ഡു ബിഗ് നമ്പേഴ്സ് ബ്രേക്ക് അവർ ബ്രെയിൻ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ തന്നിരിക്കുന്നത് ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ വേർഡുള്ള ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വോയിസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ IC വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡൂവും ഡസും ഡിഡും ഒക്കെ ഈസ് ആറ് അങ്ങോട്ട് മാറും, വാസും വേറും ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വൈ എന്നത് നമ്മൾ എടുക്കും. ദെൻ ഡു എന്നത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഡു എന്നുള്ളത് ഏതിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്യാനുള്ളത്? തന്നിരിക്കുന്നതിന്റെ ലാസ്റ്റ് പാർട്ട് ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടത്തെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക അവർ ബ്രെയിൻ ആണ്. അപ്പൊ അവർ ബ്രെയിൻ എന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഏത് ചേർക്കും? ഈസ് എന്നത് ചേർക്കും. വൈ ഈസ് അവർ ബ്രെയിൻ. പിന്നെ എന്താണ് മാറുന്നത്? ബ്രേക്ക് എന്ന മെയിൻ വെർബ് V3 ഫോം ഓഫ് ദ വെർബ് ആയിട്ട് മാറും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആയിട്ട് മാറും. അത് ബ്രോക്കൺ ആവും. അപ്പോ വൈ ഈസ് അവർ ബ്രെയിൻ ബ്രോക്കൺ ബൈ ബിഗ് നമ്പേഴ്സ് എന്നാവും. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. വൈ ഈസ് അവർ ബ്രെയിൻ ബ്രോക്കൺ ബൈ ബിഗ് നമ്പേഴ്സ് എന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഈ പ്രിപ്പോസിഷൻ പലപ്പോഴും എത്ര പഠിച്ചുകൊണ്ട് പോയാലും മിസ്റ്റേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പോസിഷൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 50-50 ചാൻസിൽ പ്രിപ്പോസിഷൻ എടുക്കാതിരിക്കുക.
ഇത്തിരിയെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കാം, ഇറ്റ് ഈസ് മാൻഡേറ്ററി, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഡാഷ് റിസർവ്. എന്താണ്? ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു റിസർവ് ആണ് 1/3 ഓഫ് ഓൾ പൊസിഷൻസ് ഡാഷ് വുമൺ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. എന്താണ്? ഫോർ വിമൺ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു റിസർവ് 1/3 ഓഫ് ഓൾ പൊസിഷൻസ് ഫോർ വിമൺ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ഇഡിയം ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. എന്താണ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നതിന്റെ മീനിങ് എടുക്കുക. മീനിങ് എന്താണ്? എല്ലാ പോസിബിലിറ്റീസും നോക്കുക, എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ഇഡിയാണ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രൈ ഓൾ മീൻസ് എന്നതാണ്. ട്രൈ ഓൾ മീൻസ് എന്നതാണ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന ഇഡിയത്തിന്റെ മീനിങ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് ആൻ എറർ? ഒരു എറർ ഉള്ള സെന്റൻസിന്റെ പാർട്ട് ഏതാണ്? ഫസ്റ്റ് പാർട്ട് ഐ വുഡ് പ്രിഫർ, പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നുമില്ല. റെന്റിങ് എ സ്മോൾ ഫ്ലാറ്റ്, അപ്പൊ അതെന്താണ്? തെറ്റാണ്. കാരണം ഐ വുഡ് പ്രിഫർ വന്നു കഴിഞ്ഞാൽ ടു റെന്റ് ആണ് ചേർക്കേണ്ടത്. ടു റെന്റ്, റെന്റിങ് എന്ന് പറയാറില്ല. സോ ഐ വുഡ് പ്രിഫർ ടു റെന്റ് എ സ്മോൾ ഫ്ലാറ്റ് റാദർ ദാൻ ലിവ് വിത്ത് എ ഹോസ്റ്റ് ഫാമിലി. അപ്പോൾ ഇവിടുത്തെ മിസ്റ്റേക്ക് വന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഐ വുഡ് പ്രിഫർ ഇന്റെ ശേഷം ടു റെന്റിങ് ആണ്, ടു റെന്റിങ് അല്ല, ടു റെന്റ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ എക്സ്ട്രാവേഗന്റ് ബാങ്കർ ഹാസ് ഗോൺ ടു ദ ഡോഗ്സ്. ബാങ്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ്? ബാങ്കർ ആണ് അല്ലെ. എക്സ്ട്രാവേഗന്റ്, കൂടുതൽ കാശ് ചെലവഴിക്കുന്ന എക്സ്ട്രാവേഗന്റ് ബാങ്കർ ഹാസ് ഗോൺ ടു ദ ഡോഗ്സ്. ഹാസ് ഗോൺ ടു ദ ഡോഗ്സ് എന്നത് ഒരു ഫ്രൈസ് അല്ലെങ്കിൽ ഇഡിയാണ്. അതിന്റെ മീനിങ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ വരുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ ഹാസ് റൂയിൻഡ് എന്നാണ്, അതായത് കൊളാപ്സ്ഡ്, ഇല്ലാതായി പോകും, നശിച്ചു പോകും എന്നാണ് റൂയിൻഡിന്റെ അർത്ഥം. അപ്പൊ ഹാസ് ഗോൺ ടു ദ ഡോഗ്സ് എന്നാൽ ഹാസ് റൂയിൻഡ് എന്നാണ് മീനിങ്. ഓക്കെ, അടുത്തത് കൊളാബറേറ്റ് മീൻസ്. കൊളാബറേറ്റ് എന്നതിന്റെ മീനിങ് എന്താണ്? അതായത് നമ്മൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് ഒരുമിച്ച് പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് അത് കൊളാബറേറ്റ് ആയി എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പൊ ജോയിന്റ് വെഞ്ചർ ആണ് കൊളാബറേറ്റ്. അടുത്ത ചോദ്യം, the subsidy may be calculated dash as a specified percentage of the price per unit. അതായത് ഒരു ആഡഡ് വാല്യൂ, ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ വാല്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രൈസ്, ഏത് ഫ്രൈസ് ആണിത്? ഫോറിൻ ഫ്രൈസ് ആണ് ആഡ് വോളേറം, ആഡഡ് വാല്യൂ. അപ്പൊ എന്താണ്? സബ്സിഡി മേ ബി കാൽക്കുലേറ്റഡ് ആഡ് വോളേറം ആസ് എ സ്പെസിഫൈഡ് പെർസെന്റേജ് ഓഫ് ദ പ്രൈസ് പെർ യൂണിറ്റ് എന്നാണ്. ആഡ് വോളേറം, ആഡഡ് വാല്യൂ എന്നാണ് ആഡ് വോളേറത്തിന്റെ മീനിങ്. അപ്പൊ ഓർ റിവോയർ എന്താണ്? ഓർ റിവോയർ എന്നാൽ ഗുഡ് ബൈ എന്നാണ് മീനിങ്. ഓർ റിവോയർ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഗുഡ് ബൈ എന്നാണ്. ഒബിറ്റർ ഡിക്റ്റം, ഒബിറ്റർ ഡിക്റ്റം എന്താണ്? അതായത് നമ്മളൊരു ആത്മകഥം, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതത്തില്ലേ, ആത്മകഥം, അതാണ് ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്നത്. ആമേൻ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രാർത്ഥനയുടെ ലാസ്റ്റ് പറയുന്ന വേർഡാണ് ആമേൻ എന്നത്. നെക്സ്റ്റ്, ദ ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെയിൽ. ദ ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെയിൽ. സ്റ്റെയിലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റെയിലിന്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി ആണ്, ഫ്രഷ് ആണ്. സ്ഥിരം BSc ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെയിൽ എന്താണ്? ഫ്രഷ് ആണ്. ഐ ഫെൽറ്റ് പിറ്റി ഡാഷ് ദ പുവർ വിഡോ. സ്ഥിരം ഇംഗ്ലീഷ് വേർഡ് ആണിത്. ഐ ഫെൽറ്റ് പിറ്റി, എനിക്ക് സങ്കടം വന്നു, അല്ലെങ്കിൽ ആ വിഡോയെ കുറിച്ചൊരു എംപതി, ഒരു സിമ്പതി തോന്നുവാണ്. ആ സിമ്പതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചേർക്കുന്നത് ഐ ഫെൽറ്റ് പിറ്റി ഫോർ എന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും അതങ്ങനെയാണ് വരുന്നത്. ഐ ഫെൽറ്റ് പിറ്റി ഫോർ ദ പുവർ വിഡോ എന്നാണ്. ഓക്കെ ആണല്ലോ. ഹരി, ഗോ ആൻഡ് റീഡ് യുവർ ലിസൺസ്. ദ മദർ സെഡ്, റിപ്പോർട്ട് ദ സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് എഴുതേണ്ടത്. അപ്പൊ സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു ഓർഡർ ആണല്ലേ. അപ്പൊ അമ്മ ജസ്റ്റ് പറയാണ്, ദ മദർ ടോൾഡ് ഹരി. എന്താണ് പറയുന്നത്? ടു ഗോ ആൻഡ് റീഡ് ഹിസ് ലെസൺസ്. അവന്റെ ലെസൺസ് പഠിക്കാൻ പറയുകയാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ദ മദർ ടോൾഡ് ഹരി
to go and read his lessons. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്പിൾസ് ആർ ചീപ്പർ ദാൻ ഓറഞ്ചസ്. ഓക്കെ, ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. തന്നിരിക്കുന്നത് ഏത് ഡിഗ്രിയിലാണ്? ദാൻ വന്നതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പൊ അതിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് ചേഞ്ച് ചെയ്യണം. പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഏറ്റവും ലാസ്റ്റ് പാർട്ട് എടുക്കുക, ഓറഞ്ചസ്. അപ്പൊ ഓറഞ്ചസ് ആർ, ഓറഞ്ചസ് എന്താണ്? പ്ലൂറൽ ആണ്. സോ ഓറഞ്ചസ് ആർ നോട്ട് സോ ചീപ്പ് ആസ് ആപ്പിൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവിലോട്ട് മാറ്റുമ്പോൾ സോ ആസ് ചേർക്കും. ചേഞ്ച്, ഓറഞ്ചസ് ആർ നോട്ട് സോ ചീപ്പ് ആസ് ആപ്പിൾസ്. ഇതാണ് പോസിറ്റീവ് ഡിഗ്രി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, then the wounded man regained consciousness. He found himself in bed in a strange place. Then the wounded man, wounded എന്ന് വെച്ചാൽ wounded എന്നാണ് വായിക്കുന്നത്. നമ്മൾ മലയാളം എന്താണ്, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ച് എന്തുണ്ടാവാം, കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. വെൻ ദ വൂണ്ടഡ് ആണ്, വൂണ്ടഡ് മാൻ റീഗൈൻഡ് കോൺഷ്യസ്നസ്, ഹി ഫൗണ്ടഡ് ഹിംസെൽഫ് ഇൻ ബെഡ് ഇൻ എ സ്ട്രേഞ്ച് പ്ലേസ്. റീഗൈൻഡ് കോൺഷ്യസ്നസ് ആണ്, കോൺഷ്യസ്നസ് തിരിച്ചെടുത്തു എന്നാണ്. അതായത് ഇപ്പൊ ഇരുന്ന സംഭവത്തിൽ നിന്ന് പഴയ പടിയിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ അവിടെ ചേർക്കുന്ന ഫ്രേസൽ വെർബ് കെയിം റൗണ്ട് ആണ്. ഓപ്ഷൻ സി ആണ് കെയിം റൗണ്ട്. ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ റീഗൈൻ ചെയ്തു, പഴയ പൊസിഷനിലേക്ക് പോയി. അതാണ് കെയിം റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കെയിം ഇൻ എന്താണ്? കെയിം ഇൻ എന്ന് വെച്ചാൽ നമ്മൾ കെയിം ഇൻ ടു എ ഹൗസ്, കെയിം ഇൻ ടു എ ബിൽഡിംഗ് ഒക്കെ പറയും. ഓക്കെ, ഇനി കെയിം ബൈ എന്നതിന്റെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അക്വയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ സംതിങ് ഓർ സംവൺ അത് നമ്മൾ എന്ത് പറയും? കെയിം ബൈ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കെയിം ബൈ. ഇനി കെയിം ഇൻ ടു ബീയിങ് എന്നാൽ നിലനിൽക്കുക എന്നാണ് അർത്ഥം. കെയിം ഇൻ ടു ബീയിങ് അതായത് നിലനിൽക്കുക എന്ന് പറയും. ടു ബിഗിൻ ടു എക്സിസ്റ്റ് എന്നതാണ് കെയിം ഇൻ ടു ബീയിങ്ങിന്റെ അർത്ഥം. കെയിം ഇൻ ടു ബീയിങ് എന്താണ്? ടു ബിഗിൻ ടു എക്സിസ്റ്റ്, നിലനിൽക്കുക എന്നതാണ്. ഓക്കെ ആണല്ലോ. The candidate was eager for selection. The candidate was eager for selection. ഇവിടെ നമ്മൾ എന്ത് ചേർക്കും? ദ കാൻഡിഡേറ്റ് വാസ് ഈഗർ. ഈഗർ വന്നതുകൊണ്ട് തന്നെ ഈഗറിന് ശേഷം നമ്മളൊരു പ്രിപ്പൊസിഷൻ ചേർക്കാറുണ്ട്, ടു ആണ്. ദെൻ വാസ് വന്നു, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ് ചേർക്കണം, കാൾഡ്. ദോ ദ കാൻഡിഡേറ്റ് വാസ് ഈഗർ ടു കോൾഡ് ഫോർ സെലക്ഷൻ എന്നാണ് ശരി ഉത്തരം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഹി ആസ്ക് മീ വാട്ട് ഡാഷ് ദെയർ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ഹി ആസ്ക്സ് മീ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ വാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ നമ്മൾ ചേർക്കുന്നത് വാട്ടിന് ശേഷം സബ്ജക്ട് ചേർക്കണം, വാട്ട് ഐ. ദെൻ ആസ്ക് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നോടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം ഡൂയിങ് ദെയർ. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹി ആസ്ക്സ് മീ വാട്ട് ഐ ആം ഡൂയിങ് there. Each of the students dash done well. Each of the students എന്ന് വന്നു. ഈച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏത് ഗ്രൂപ്പ് ഓഫ് ഇതിന്റെ അത് നമ്മൾ പ്ലൂറൽ ചേർക്കും, സ്റ്റുഡൻസ് എന്ന് വന്നു. അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ആണ്, ഹാസ് ആണ് വരുന്നത്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഡൺ വെൽ ആണ്. അടുത്ത ചോദ്യം, എ ബാഡ്മിന്റൺ. എന്താണ്? എ ബാഡ്മിന്റൺ. Ball is very soft. The underlined word is adjective ആണോ, adverb ആണോ, noun ആണോ, verb ആണോ? നമുക്ക് നോക്കാം. എ ബാഡ്മിന്റൺ ബോൾ എന്നാണ്. അപ്പൊ ബോൾ എന്ത് ബോളാണ്? ബാഡ്മിന്റൺ ബോളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എഴുതുവാണെങ്കിൽ ആൻസർ നൗൺ എഴുതും. ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ നൗൺ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോളിനെ എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാണ്. ബോൾ എങ്ങനത്തെ ബോളാണ്? ബാഡ്മിന്റൺ ബോളാണ്. സോ ബാഡ്മിന്റൺ എന്നത് ഇവിടുത്തെ നാമവിശേഷണമാണ്, അഡ്ജക്റ്റീവ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഫുൾ റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ആണ്. ഇതൊരു പ്രോവർബ് ആണ്. ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ആണ്. ഫെമിനിൻ ജെൻഡർ ഓഫ് ഡീർ. ഡീറിന്റെ ഫെമിനിൻ ജെൻഡർ ഹിൻഡ് ആണ് ഡീറിന്റെ ഫെമിനിൻ ജെൻഡർ. ഹീസ് ഡാഷ് എ ഹിപ്പോക്രൈറ്റ് നോർ എ ഡിസീവർ. അപ്പൊ ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്, നോർ എന്ന്. അപ്പൊ നോർ വരുമ്പോൾ ആ ഒരു സെന്റൻസിന് മുന്നത്തെ ഭാഗം ഏതായിരിക്കും? നെയ്തർ ആയിരിക്കും വരുന്നത്. ഹീസ് നെയ്തർ എ ഹിപ്പോക്രൈറ്റ് നോർ എ ഡിസീവർ. ദെൻ
ഗവൺമെന്റ് ബൈ പീപ്പിൾ ഹൂ സെലക്ടഡ് ബൈ മെറിറ്റ്. മെറിറ്റ് സെലക്ട് ചെയ്യുന്ന പീപ്പിൾ ഉള്ള ഗവൺമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? പേരെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഓപ്ഷൻ ബി ആണ്, മെരിറ്റോക്രസി ആണ്. മെരിറ്റോക്രസി. ദ ഫ്രൈസ് ലെറ്റ് ഓഫ് മീൻസ്. ലെറ്റ് ഓഫ് എന്ന ഫ്രൈസിന്റെ മീനിങ് എന്താണ്? നമ്മളൊരു പണിഷ്മെന്റ് കൊടുത്തു, ആ പണിഷ്മെന്റിൽ നിന്ന് ഫെയിൽ ആയി പോയി. ടു എക്സ്ക്യൂസ് ഫ്രം പെനാലിറ്റി ആണ്. പെനാലിറ്റിന്ന് ഉള്ള എക്സ്ക്യൂസ് ആണ് എന്ത് പറയുന്നത്? ലെറ്റ് ഓഫ് എന്നത്. ദ ഫ്രൈസ് ലെറ്റ് ഓഫ് മീൻസ് ടു എക്സ്ക്യൂസ് ഫ്രം പെനാലിറ്റി. ഓക്കെ. യു ത്രോ ഇറ്റ് എവേ. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. ഏതാണ്? ത്രോ. ഡു പ്ലസ് ത്രോ ആണ്. സോ തന്നിരിക്കുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ആണ്, ഡോണ്ട് യു എന്നതാണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ താഴെ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.